ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെല്ലാം മഴയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഒന്നാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കാനായിട്ട് 2 ദിവസം എന്ന് പറയുമ്പോഴേ നാളെ പോകും കേട്ടോ. ഇപ്പോൾ ഞാനും അമ്മയും ഇതാ തിണ്ണൽ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച സമയമായിട്ട് ഞങ്ങൾ വന്നപ്പം പൊന്നൂസ് ഇതാ വന്നപടി കൈ കഴുക്കൊക്കെ ആയിട്ടോ. അവർക്കിപ്പോൾ പൈപ്പിൻ്റെ അവിടെ എത്തുന്നതുകൊണ്ട് കൈ കഴുക്കൊക്കെ ആയിട്ടോ. അപ്പോൾ ഇതാ തുണിയൊന്നും ഉണങ്ങാതെ ഇതാ പുറകിൽ ഇങ്ങനെ ഷീറ്റിൻ്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വെയിൽ കഴിഞ്ഞാലെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാ ചേച്ചി വർക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറിനുള്ള പരിപാടിയാണ്. പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു മഴ രാവിലെ കഴിഞ്ഞാണ്. ആ ഒരു മഴയത്താണ് ഞങ്ങൾ വന്നതും. പിന്നെ ഇതാ മുറ്റത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇതാ മണ്ണൊക്കെ കുറേ ഇനി എടുത്തു മാറ്റാൻ കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു മതിലാട്ടോ ഇവിടെ കെട്ടിയത്, വെള്ളം മുറ്റത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് കിടപ്പുണ്ട് മണ്ണൊക്കെ, അതൊക്കെ എടുത്തിനി മാറ്റണം. കുറേ മിറ്റിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ചോറിനിട്ടിരുന്നു കേട്ടോ. സാമ്പാറും ചീരത്തോരനും പപ്പടവും ആയിരുന്നു കേട്ടോ. അച്ചാറും ഉണ്ടായിരുന്നു. അതാട്ടോ ഉച്ചക്കത്തെ സ്പെഷ്യൽ. അപ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ചോറുണ്ണാനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. ഭയങ്കര വല്ലാത്തൊരു വിശപ്പും കൂടും. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതാ പൊന്നൂസ് എനിക്കെടുത്ത് വെച്ച ചോറ് അവളെ അടുത്ത് ഉണ്ണുവാണ് കേട്ടോ. അവൾ അത്രയൊന്നും കഴിക്കത്തില്ല, എന്നാലും അവൾക്ക് തന്നെ ഉണ്ണണമെന്ന് പറഞ്ഞ് കൊണ്ട് അവൾ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചോറ് കൊണ്ട് കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് ടൗൺ വരെ ഒന്ന് പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാനും അമ്മയും പോകാമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. മഴയാണ്, മഴ നോക്കിയിരുന്നാൽ പോക്ക് നടക്കുകയോ ഇല്ല, അന്ന് പോകാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പൊന്നൂസിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, മഴയായതുകൊണ്ട്. നല്ല മഴയില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ ശരിയാവില്ല, അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചു കേട്ടോ. പിന്നെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞ് ചോറിനും കേട്ടോ. പിന്നെ ഇപ്പം അനിയത്തിമാരൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അനിയത്തിമാരൊക്കെ വീട്ടിലാണ്. അപ്പോൾ അവർ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ വന്നിട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടില്ല. അവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒച്ചയും ബഹളമൊക്കെയാണ് കേട്ടോ. നല്ല രസമായിരിക്കും. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നാളെ പോകണമല്ലോ എന്നോർത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച മിക്ക പെണ്ണുങ്ങൾക്ക് അങ്ങനെയായിരിക്കും കേട്ടോ. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകാനും വേണ്ടിയിരിക്കുകയാണ്. പിന്നെ ചോറ് കൊണ്ടുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ. മഴ ശക്തമായിട്ട് അങ്ങ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഇപ്പം എന്നും മഴ. ഇപ്പോൾ റോഡിൻ്റെ ഇപ്പോൾ സൈഡിൻ്റെ അതിലൂടെ കുറച്ച് വെള്ളമൊക്കെ മുറ്റത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരത്തെ അത്രയില്ല. നേരത്തെ മുഴുവനും ഒഴുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ മണ്ണിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്രയും കുഴപ്പമില്ല. തിണ്ണയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കാം കേട്ടോ. പൊന്നൂസ് ഇതാ ചോറൂണ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഒരു സമയം ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകാറായിട്ടുണ്ട്. 3 മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉറങ്ങട്ടെ എന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മുറ്റത്ത് പോകണം. ഞങ്ങളപ്പോൾ മുന്നിടത്തൊക്കെ പോയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ കേക്ക് മേടിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുവാണ്. പിന്നെ കുറച്ച് ചെറുകിട ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ്. ചേച്ചി ഇതാ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസ് ഇതാ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളല്ലെങ്കിൽ സ്പൂണും നാരങ്ങ പിഴിയും സാധനമൊക്കെ എടുത്ത് ഭയങ്കര കളിയാണ് കേട്ടോ. ചേച്ചി ഇവിടെ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പായസം ഉണ്ടാക്കാനായിട്ട്. പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ അമ്മ. അതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് അരിപ്പായസം കേട്ടോ, ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് ആണ്. അതാട്ടോ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട് കേട്ടോ. അപ്പം ശർക്കരയൊക്കെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുക്കറിൽ അരി വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പും കൂടെ വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി പായസം ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ സമയം രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. സമയമൊക്കെ ആയിട്ടോ. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം ഞങ്ങൾ ഗ്യാസേ വെച്ചിട്ട്, പിന്നെ താമസം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുപ്പിലോട്ട് വെച്ചിട്ട്, എന്ന് വെച്ചാൽ അരി കുറച്ചും കൂടി ഒരു വേവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസിലോട്ട് വെച്ച് വേവിക്കാമെന്ന് ഓർത്ത് വെച്ചാണ് പിന്നെ അടുപ്പിലേക്ക് മാറ്റിട്ടോ. അങ്ങനെ ഫൈനലി പായസമൊക്കെ റെഡി ആയിട്ടോ. നല്ല ചൂടാണ്. ചൂടാറാനായിട്ട് വെച്ചിട്ട് വേണം ഒന്ന് കുടിക്കാൻ. അപ്പോൾ ചൂടാറാനായിട്ട് അമ്മ ഒരു പാത്രത്തിലൊക്കെ കോരി വെച്ചു കേട്ടോ. കോരി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിനാനൊക്കെ ഇരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏലക്കയും ചുക്കും എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്തിരിങ്ങ ഒന്നും ഇട്ടിട്ടില്ല. കാഷ്നട്ടും
മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. മുന്തിരിങ്ങ ഇടുന്ന ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. മുന്തിരിങ്ങ ഇടുന്ന കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പുളിയായിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്കും കൂട്ടാനേ കൊള്ളില്ല കേട്ടോ. പൊന്നൂസ് ഇതാ പയ്യെ പയ്യെ ഒരു കുടിക്കാൻ തുടങ്ങി കേട്ടോ. അവൾക്ക് ഇനി ചോറ് വേണ്ട, അതുകൊണ്ട് ഇനി അവൾ പായസം കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോറിനാൻ എൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. ഉച്ചക്കത്തെ സെയിം കറിയാണ് കേട്ടോ. കൂട്ടി ചോറുണ്ടു. പിന്നെ ഇങ്ങനെ ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ് പായസം കുടിച്ചു കേട്ടോ. വയറ് ഫില്ലാണ്, എന്നാലും പായസം കുടിക്കാതെ വയ്യ. അങ്ങനെ കൊതിയോടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇത് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പൊന്നൂസിൻ്റെ അലമാരി തുറക്കാനുള്ള പരിപാടിയാണ്. ചേച്ചി കിടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ